ഹായ് ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷപൂരിത പുതുവർഷത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ന്യൂ ഇയർ ആയിട്ട് ഒരു ചെറിയ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ അരിച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓറഞ്ച് വേണം. ഓറഞ്ചിൻ്റെ പീലൊന്നൊരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കണം. ഞാനൊരു ഓറഞ്ച് വെച്ചിട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 4 എഗ്ഗ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. എഗ്ഗ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടാണ്. എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ചായിട്ട് ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാറ്റി വെച്ച ഓറഞ്ച് ജ്യൂസും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മൈദയുടെ കൂടെ കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, പറയാൻ മറന്നു പോയതാണ്. ഇനി നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഓറഞ്ചിൻ്റെ പീലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് കളറും കൂടെ ആഡ് ചെയ്യണം. അതിനു മുൻപ് നമ്മൾ മാറ്റി വെച്ച മൈദ ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കളറും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു കേക്ക് മോൾഡ് എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെരി ഈസി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പോട്ടിലേക്ക് കേക്ക് മോൾഡ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി വിപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം വിപ്പ് ചെയ്യാൻ. ഞാൻ 2 ടീസ്പൂൺ ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി വിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു ബോർഡ് എടുത്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഓറഞ്ച് കൊണ്ട് തന്നെയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. ഓറഞ്ചിൻ്റെ ഷുഗർ സിറപ്പാണിത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്യാം. ഷുഗർ സിറപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയറും കൂടെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഓറഞ്ച് കേക്ക്. ഇപ്പോൾ ഞാൻ ഏകദേശം ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി
ഞാനൊന്ന് ചെറിയൊരു ഡെക്കറേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ ഡെക്കറേറ്റാണ്. എല്ലാവർക്കും പെട്ടെന്ന് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഡെക്കറേറ്റാണിത്. ഇനി ഓറഞ്ച് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കള്ളികളിലൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ക്രാപ്പർ എടുത്തിട്ട് ഞാൻ ഓറഞ്ച് കളറ് കുറച്ച് വിപ്പ് ചെയ്തത് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മുത്തുകളൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു ഇതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കേക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും വേറൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.